രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഡോ, ഇയാൾ ഇവിടെ ഇരുന്നേ. എനിക്ക് ഇയാളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇടിച്ചു കയറി വന്ന പോലെ തന്റെ അടുത്തിരുന്നുകൊണ്ട് ചോദിക്കുന്നവനെ കേൾക്കെ അതുവരെ ഇരു കൈകളിലുമായി തല കുമ്പിട്ടിരുന്നവൾ പെട്ടെന്ന് ഭയന്നുകൊണ്ട് പിന്നിലേക്ക് ചാരി. അതിനോടൊപ്പം തന്നെ അവൾ ഇരുന്നെടുത്ത് ഉത്തരം ഒന്നുകൂടി നോക്കി. നീ എന്താ മനുഷ്യരെ കണ്ടിട്ടില്ലേ ഇങ്ങനങ്ങ് നോക്കാൻ? ഒരുമാതിരി പോലീസുകാരെ ചോദ്യം ചെയ്യും പോലെയുള്ള അഗ്നിയുടെ സംസാരം കേട്ടതും അതുവരെ പതറിയിരുന്നവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനേ അത്യാവശ്യത്തിന് മനുഷ്യരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി ഇരിക്കുന്ന ഒരാളോട് പിന്നെയും ഇരിക്കാൻ പറയുന്നവരെ ഇതുവരെ കണ്ടിട്ടില്ല. അതുവരെ പതുകിയിരുന്നവളുടെ തിരിച്ചടിച്ച പോലുള്ള സംസാരം അഗ്നിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ പാർത്ഥനോട് അങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങി വന്നെങ്കിലും മുന്നിലിരിക്കുന്ന പരിചയമില്ലാത്തവരോട് അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയും എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവനിൽ നല്ലോണം ഉണ്ടായിരുന്നു. അതിൽ നിന്നുണ്ടായ ഏറ്റക്കുറച്ചിലാണ് ആദ്യത്തെ കൈവിട്ട ചോദ്യം ചോദിച്ചു പോയത്. എടി, നീ കൂടുതൽ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരല്ലേ. തൽക്കാലം ഞാൻ ചോദിക്കുന്നതിന് മറുപടി തന്നാൽ മതി. നീ സൗകര്യമില്ല. അല്ലെങ്കിൽ തന്നെ താൻ ചോദിക്കുന്നതിന് മറുപടി പറയാൻ താൻ ആരൂവേ? എന്റെ ബോസ് ആണോ? ഊവ, ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു നിന്റെ ബോസ്. ഇതുപോലെ തലതെറിച്ച ഒരൊറ്റ മറുപടി വരുന്നതിന്റെ അന്ന് നിന്റെ പണി ഞാൻ തെറിപ്പിച്ചാനെ. അല്ലേലും നിന്നെ പോലെയുള്ളവർക്ക് ഇപ്പൊ ഇറങ്ങിപ്പോയ ആ മണമണാഞ്ചൻ ബോസ് തന്നെ പറ്റത്തുള്ളടി. അഗ്നി അടിമുടി പുച്ഛിച്ചു. ഒന്നാമത് അകത്ത് കിടക്കുന്നവൾ എന്തെന്നറിയാത്തതിന്റെ ടെൻഷൻ, അതിന്റെ ഒപ്പം ഒരു കാര്യമില്ലെങ്കിലും വെറുതെ ചാടിക്കടിച്ചുകൊണ്ട് മുന്നിലൊരുത്തനും ഉത്തരയ്ക്ക് ആകെ പിടിവിടാൻ തുടങ്ങിയിരുന്നു. എന്റെ ബോസ് നല്ലതോ ചീത്തയോ അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അദ്ദേഹം തന്നെ പോലൊരു കാണ്ടാമൃഗമല്ല. ദേഷ്യത്തോടെ ആ മുഖത്ത് നോക്കിയവൾ പറഞ്ഞതും കലിച്ചുകൊണ്ട് അഗ്നി സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ആരാടി നിന്റെ കാണ്ടാമൃഗം? തുള്ളിത്തെറ്റിയ അഗ്നി അവൾക്ക് നേരെ അങ്ങ് ചെന്നു. വേറെ ആരുമല്ല, ഇയാള് തന്നെ. കൂസലേതുമില്ലാതെയുള്ള അവളുടെ സംസാരം അവനെ പിന്നെയും ചൊടിപ്പിച്ചു. കാണ്ടാമൃഗം ഞാനല്ല, നിന്റെ തന്ത. വല്ലാതെ ഉയർന്ന അഗ്നിയുടെ സംസാരം കേട്ടാണ് പാർത്ഥൻ ഓടി അവിടേക്ക് ചെല്ലുന്നത്. അഗ്നി, എന്താടാ, എന്താ പറ്റിയേ? കൂടുതൽ എന്തു പറയാൻ? ആ അകത്ത് കിടക്കുന്നവളുടെ കൂട്ടുകാരിയല്ലേ ഇവൾ. അഹങ്കാരം കുറയുവോ? അവൻ പല്ലുറുമി. എടോ, അതുവരെ ശാന്തമായി സംസാരിച്ചവളുടെ ശബ്ദം ഒറ്റ നിമിഷം കൊണ്ടാണ് മാറിയത്. താൻ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഞാനങ്ങ് സഹിച്ചേക്കും. പക്ഷെ അവളെപ്പറ്റി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യടി? അഗ്നി, മതി, നിർത്തിക്കേ. ഇതാണോ നീ കാര്യം തിരക്കാന്ന് പറഞ്ഞ് വന്നത്? മാറടാ. ഇവളുടെ കൂട്ടുകാരിയെ പറ്റി പറഞ്ഞാൽ ഇവൾ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അവൾക്ക് മുന്നിലേക്ക് കയറിക്കൊണ്ട് അഗ്നി കൈ ചൂണ്ടി. അടിച്ചതിന്റെ കാരണം പോയിക്കും ഞാൻ. അല്ല, എന്റെ സിദ്ധി അഹങ്കാരിയാണോ നല്ലവളാണോ എന്നൊക്കെ തിരക്കാൻ താൻ ആരാടോ? അല്ലെങ്കിൽ തന്നെ തനിക്കൊക്കെ അവളെപ്പറ്റി എന്തറിയാം? കഴിഞ്ഞ 2 വർഷം കൂട്ടുകാരൻ അത് സഹിച്ചു ഇത് സഹിച്ചു എന്നൊക്കെ പറഞ്ഞ് വെളിപാട് തുള്ളും പോലെ രണ്ടുപേരും അവളോട് അംഗത്തിന് ചെല്ലുന്നുണ്ടല്ലോ. ആ നിങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷമായി അവൾ എവിടെയാണെന്ന് അറിയാമോ? എന്ത് പറയുമ്പോഴും ഒന്നിന് പകരം രണ്ടായി പറയുന്നുണ്ടല്ലോ. അവള് ചതിച്ചു, ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ തിരിച്ചു വന്നില്ല എന്നൊക്കെ. ഒരു വാശിക്കും ദേഷ്യത്തിനും പിന്നാലെ ഇറങ്ങിപ്പോയെങ്കിലും അത്രയും സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാവും അവൾ തിരിച്ചു വരാതിരുന്നതെന്ന് വെറുതെയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനു ചിന്തിക്കണം അല്ലേ? കാരണം അവൾ നിങ്ങളുടെ കൂട്ടുകാരനെ ചതിച്ചവളല്ലേ. അപ്പൊ ഒട്ടും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലടി, ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവൾ വേണ്ടെന്ന് വെച്ച് പോയപ്പോൾ ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യാൻ പോയവൻ 1.5 വർഷം ഞങ്ങളുടെ മുന്നിലാണ് ചത്ത ശവത്തെ പോലെ കിടന്നത്. ആ ഞങ്ങൾക്ക് നിന്റെ കൂട്ടുകാരുടെ ചരിത്രം തിരികെ ഇറങ്ങാൻ സൗകര്യമില്ലായിരുന്നു. അഗ്നിക്കൊപ്പം പാർത്ഥനും ദേഷ്യം വരാൻ തുടങ്ങി. പക്ഷെ അവർക്കിടയിലേക്ക് കയറാൻ അവനെന്തോ ആഗ്രഹിച്ചില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ മിണ്ടരുത്. ഒരു വാക്കുകൊണ്ട് പോലും എന്റെ സിദ്ധിയെ കുറ്റപ്പെടുത്തരുത്. കാരണം അവള് പോയ സങ്കടത്തിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ചത്ത ശരീരവുമായി നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ അവളും സുഖിക്കൊന്നും ആയിരുന്നില്ല. പിന്നെ പോയ 2 വർഷത്തിൽ ഏതാണ്ട് 18 മാസവും അവൾ കാരണം അവളുടെ വിച്ചേട്ടൻ മരിച്ചു എന്ന് കരുതി ഭ്രാന്താശുപത്രിയിലായിരുന്നു എന്റെ സിദ്ധി. ഉത്തര പറയുന്ന കേട്ടതും അഗ്നിയും പാർത്ഥനും തറഞ്ഞു നിന്നുപോയിരുന്നു. നമ്മളെ തന്നെ വെറും പുൽക്കൊടിയായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മളെ രാജകുമാരിയായി കൈവെള്ളയിൽ എടുത്തു വെച്ചിട്ട് അങ്ങനെ നമ്മളെ കൊണ്ടു നടക്കണം. ചുറ്റും കാണുന്ന പൂവിനോടും പുൽച്ചാടിയോടുമെല്ലാം ആ പുൽക്കുട്ടിയുടെ അമ്മയാണെന്ന് സ്വയം അവകാശപ്പെടണം. മറ്റുള്ളവരുടെ മുന്നിൽ അത്രയും നമ്മളെ ചേർത്ത് പിടിക്കണം. നാളുകൾ കഴിയുമ്പോൾ പുൽക്കൊടിക്കും തോന്നും
അവൾ ഒരു പനിനീർപ്പൂവാണെന്ന്. അതിന്റെ ഒരു അഹങ്കാരവും കൂടി അവളിലേക്ക് എത്തിയാൽ പിന്നെ ചുറ്റുമുള്ളതെല്ലാം അവൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞൊന്നു വരില്ല. അങ്ങനെ അത്രയും അഹങ്കരിച്ചു നടക്കുന്ന സമയത്ത് രാജകുമാരിയെ പോലെ കൊണ്ടു നടന്നവർ കാൽപാദത്തിനടിയിലിട്ട് നമ്മളെ ചവിട്ടി തീർക്കണം. ഭ്രാന്തു പിടിച്ചു പോകും. കാൽപാദത്തിനടിയിലെ മണ്ണ് ചോർന്നുപോയി ഏതോ വലിയ ഗുഹയിലേക്ക് വീണ അവസ്ഥയായി പോകും നമ്മൾ. ചുറ്റുമുള്ളതൊന്നും കേൾക്കാനോ കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്ത പോലെ നമ്മുടെ ഉള്ളം അപ്പോഴേക്കും തകർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച നിമിഷത്തിലായിരുന്നു ദൈവമ്മ അവളെ തള്ളിക്കഴിഞ്ഞ നിമിഷത്തിൽ താനും. ഈ ലോകത്ത് മറ്റാരും എന്നെ തള്ളിക്കളഞ്ഞാലും അമ്മ എന്നെ ചേർത്ത് പിടിക്കും എന്ന് അഹങ്കരിച്ചൊരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ സ്വന്തം മകന്റെ ജീവിതവും അന്തസ്സും മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ പഴയ ബാല്യക്കാരുടെ മകളെ തള്ളിക്കളയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരുടെ മകൻ അവരെ സ്നേഹിക്കാതിരുന്ന സമയത്ത് സ്നേഹം മാത്രം അറിഞ്ഞ് സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവര് കാശു കൊടുത്തു വാങ്ങിയ ഒരു പാവയായിരുന്നു ഞാൻ. തരം പോലെ അവർക്ക് ചവിട്ടിത്താഴ്ത്തി അഹങ്കരിക്കാൻ വേണ്ടി അവർ വെറുതെ എന്നെ കൊണ്ടു നടന്നതാണ്. പറയുമ്പോൾ അവളുടെ കൈവിരലുകൾ വംശിയുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു. അവൾ ഒരു സ്വപ്നലോകത്തിലാണെന്ന് തോന്നി വംശിക്കും. മിഴികൾ ഏതോ ഒരു ബിന്ദുവിൽ ഉറപ്പിച്ച് ഉള്ളിൽ അടക്കി വെച്ച ദേഷ്യവും സങ്കടമൊക്കെ അവൾ അറിയാതെ തന്നെ പുറത്തു വന്നുകൊണ്ടിരുന്ന നിമിഷം. അമ്മ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയിരുന്നു. പക്ഷെ അതിലും എന്നെ തളർത്തിയത് എന്റെ അമ്മയെയും അച്ഛനെയും വിളിച്ചവിടെ വരുത്തി എന്ന് കണ്ടപ്പോഴാണ്. കാരണം അമ്മയ്ക്കറിയായിരുന്നു ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അവരെയാണെന്ന്. അതറിഞ്ഞു വെച്ചിട്ടും അമ്മ അവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ആരുമായിരുന്നില്ലല്ലോ. ഒപ്പം അന്ന് വരെ അവർക്ക് വേണ്ടി ജോലി ചെയ്ത അമ്മമ്മയും ഇതിനൊപ്പാരി വെച്ച് എനിക്കൊപ്പം നിന്നൊരു തരം സംസാരിച്ചപ്പോൾ അവർ അമ്മമ്മയെ നാണം കെടുത്തി. അങ്ങേയറ്റം അപമാനഭാരത്തിൽ തന്നെ അതൊക്കെ കേട്ടുകൊണ്ട് നിന്നു അമ്മമ്മ. പക്ഷെ അപ്പോഴും അമ്മമ്മ എന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല വിച്ചേട്ടാ. കാരണം അമ്മമ്മയുടെ മനസ്സിലും ഞാനാണല്ലോ തെറ്റുകാരി. ദൈവമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ വീട്ടിലെ പയ്യനെ വളച്ചൊടിച്ചവൾ. വിശ്വാസം തകർന്നവളുടെ കണ്ണുനീർ പിന്നെ ഒഴുകി. അവന്റെ കൈ അവളുടെ തോളിൽ അമർന്നു, സാന്ത്വനം പോലെ. അതിനുശേഷമാണ് ഏട്ടന്റെ അച്ഛൻ വരുന്നത്. കുറച്ചു മുന്നേ ഏട്ടന്റെ അമ്മ പറഞ്ഞതത്രയും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെട്ടു. കൂടുതൽ അപമാനിച്ചു. വേശ്യാതരത്തിലേക്ക് വരെ ഞാൻ താഴ്ത്തപ്പെട്ടു. കേട്ട വാക്കുകളിൽ അവൻ തറഞ്ഞിരുന്നു പോയി. എന്നിട്ട് എന്നോട് ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അത്രയും പേടിയിലും ഭയത്തിലും നിന്നപ്പോഴും പറ്റില്ല എന്ന പോലെ വിലങ്ങനെ തലയാട്ടി എന്നെ ഏട്ടന്റെ അച്ഛൻ ആവോളം ഉപദ്രവിച്ചു. ഒരു പുഴുവിനെ പോലെ നിലത്തിട്ട് ചവിട്ടി. അപ്പോഴും ഞാൻ ഏട്ടനെ തള്ളിപ്പറഞ്ഞില്ല. അതുകൊണ്ടാവും ഏട്ടന്റെ അമ്മയും അച്ഛനും കൂടി എന്റെ അമ്മമ്മയുടെ നേരെ തിരിഞ്ഞത്. ഇനി മേലാൽ എന്റെ നെൽവെട്ടം പോലും അവരുടെ മകനെ കാണിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിന് വാശി പിടിച്ച് സമ്മതം പറഞ്ഞത് അമ്മമ്മ തന്നെയായിരുന്നു. പാല് തന്ന കൈക്ക് തന്നെ കൊത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ തല്ലിയതത്രയും അമ്മമ്മയായിരുന്നു. പാവം നിലത്തേക്ക് കൂനിക്കൂടി വീണുപോയി. അമ്മമ്മയെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു വരുമ്പോൾ പിന്നെയും ഏട്ടന്റെ അച്ഛൻ പിടിച്ചു നിർത്തി. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെക്ക് ഉണ്ടായിരുന്നു. അതെനിക്ക് നേരെ നീട്ടി. വാങ്ങിക്കാതിരിക്കാൻ നോക്കിയെങ്കിലും അയാളുടെ കയ്യിലെ പിസ്റ്റൾ അമ്മമ്മയുടെ നേരെയാണെന്ന് കണ്ട് ഭയന്ന് ഞാനത് വാങ്ങിപ്പോയി. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് വേണ്ടി അമ്മമ്മ ഒരുപാട് നാണം കെട്ടു, തല്ലുകൊണ്ടു. അത് കണ്ട് ഒരു വാക്കുപോലും പറയാതെ ആ ചെക്കം തട്ടിപ്പറിച്ചു വാങ്ങി എന്റെ അമ്മയും അവരുടെ ഭർത്താവും വെറും നോക്കുകുത്തികളായി മാത്രമേ നിന്നുള്ളൂ. അമ്മമ്മയുടെ വായി പൊട്ടിച്ചോരി ഒഴുകിയിട്ടും കൈ തിരിച്ചടിച്ചിട്ടുമൊക്കെ അവരെ പിന്നെയും നിർത്താതെ ദ്രോഹിക്കുന്ന കണ്ടപ്പോഴാ വിച്ചേട്ടാ ആദ്യം ഞാൻ അവിടെ നിന്ന് പൊക്കോളാമെന്ന് സമ്മതിച്ചത്. അപ്പോഴും ഞാൻ ഏട്ടനെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് അച്ഛൻ തന്നെ അവൾ ചെക്ക് വാങ്ങുന്ന വീഡിയോ കാണിച്ചത് അവൻ ഓർക്കുന്നത്. തന്റെ മനസ്സിലേക്ക് സംശയത്തിന്റെ ആദ്യ വിത്തവർ രണ്ടുപേരും കൂടി പാകിയത് ഈ തെളിവ് വെച്ചാണല്ലോ. പക്ഷെ അതിനുശേഷമുള്ളതൊന്നും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. ഈ തല്ലോ അടിയോ ഒന്നും തന്നെ. തന്റെ അച്ഛനും അമ്മയും കൂടി അവളെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ വംശിയുടെ കൈ അടുത്തുള്ള ഫ്ലവർ വേസിൽ മുറുകി തുടങ്ങിയിരുന്നു. അതിലെ പിടുത്തത്തിന്റെ ബലം കൊണ്ടാകും അവന്റെ മുറിവിൽ നിന്നും ചോര ഒഴുകി തുടങ്ങി. അവിടുന്ന് അമ്മ ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് വന്നു. അത്രയും അപമാനവും വേദനയും സഹിക്കേണ്ടി വന്നതുകൊണ്ടാകും അമ്മമ്മ എന്നെ പൂർണ്ണമായും തഴഞ്ഞു. അത് എനിക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പോഴും മനസ്സിന്റെ ഒരു കോണിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഏട്ടൻ വരുമല്ലോ, വന്നാൽ എല്ലാം ശരിയാകുമല്ലോ എന്ന്. പക്ഷെ ഏട്ടനെ എന്നെയും ഒരുപക്ഷെ ഏട്ടന്റെ അമ്മയ്ക്ക് നാളുകളേക്കാളും നന്നായി അറിയാമായിരുന്നു തോന്നുന്നു. അതാവുമല്ലോ അവരേട്ടൻ വരുന്നതിന് മുന്നേ തന്നെ അടുത്ത നാടകവുമായി എന്റെ മുന്നിൽ എത്തിയത്. അടുത്ത നാടകമോ? അവൻ അമ്പരന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി.
അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.